ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഫിലിപ്സിന്റെ നെബുലൈസർ ആണ്. ഇതിന് എന്താ പ്രശ്നം വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. വർക്ക് ചെയ്ത് ഞാൻ ഇളക്കി നോക്കിയായിരുന്നു. ഇളക്കി നോക്കിയപ്പോൾ ഇതിന്റെ മോട്ടറിന്റെ വൈൻഡിങ് പോയായിരുന്നു പ്രശ്നം. അതിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാനിത് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളതും പിന്നെ അസംബ്ലി ചെയ്യുന്നതിന്റെയും വീഡിയോ ഇടാം. ഞാൻ വൈൻഡിങ് ചെയ്തായിരുന്നു, വെളിയിൽ കൊടുത്ത് മോട്ടോർ വൈൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ബാക്കി അസംബ്ലിങ്ങിന്റെ എങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ളതിന്റെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ അകത്തുള്ള മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഈ മോട്ടറാണ്. ഈ മോട്ടർ മാത്രമാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള മെയിൻ പാർട്സ്. വേറെ ഒന്നും അതിനകത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഇലക്ട്രിക്കലായിട്ട് ഇതിന്റെ വൈൻഡിങ് ആണ് പോയത്. ഇതിന്റെ വൈൻഡിങ് അകത്ത് ബേണായിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്യൂസ് വരും. ആ ഫ്യൂസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വൈൻഡിങ് ബേണായി പോയായിരുന്നു. അപ്പം ഇപ്പൊ വൈൻഡിങ് നോക്കി നമുക്ക് കാണാൻ പറ്റുന്നത്. വൈൻഡിങ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ണിന്റെ കാണിക്കുന്നുണ്ട്. 24 ഓംസ് അപ്പൊ ഇതിനകത്ത് കുഴപ്പമില്ലെന്നാണ്. പക്ഷെ നമ്മൾ ഇത് ഇറക്കി ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം പോയി സമയം ചെക്ക് ചെയ്തപ്പോൾ ഇത് കാണിക്കുന്നില്ലായിരുന്നു. ഇത് ഓപ്പൺ ആയിരുന്നു, അത് ഇതിലൊന്നും കാണിക്കത്തില്ല. പിന്നെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള വെച്ചാൽ നമുക്ക് ഇതിന്റെ കോഡ് വെയറാണ്. മെയിൻസ് കോഡ് എന്ന് പറഞ്ഞാൽ ഈ കോഡ് വെയർ, ഈ കോഡ് വെയറിന്റെ ഇവിടെ ഇതിലൊരിടത്ത് നോക്കും. പിന്നെ ഇതിന്റെ മറ്റേ ചെക്ക് ചെയ്യുമ്പോൾ കണ്ണിട്ട് കാണിക്കണം. അല്ലെങ്കിൽ ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഇതും കുഴപ്പമില്ല. ഇപ്പുറത്തെ ഈ ന്യൂട്രലിനും കുഴപ്പമില്ല. പിന്നെ ഉള്ളത് വെച്ചാൽ ഈ സ്വിച്ചാണ്. ഇതിലെ ഈ സ്വിച്ച്, ആ സ്വിച്ച് നമുക്ക് ഈ രണ്ട് പോള് തമ്മിൽ നോക്കുമ്പോൾ കാണിക്കണം. സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ഇത് ഇത്രയും കുഴപ്പമില്ല. അപ്പൊ ഇത് കുഴപ്പമില്ലായതുകൊണ്ട് ഇതായിരുന്നു ഇതിന്റെ വൈൻഡിങ് ആയിരുന്നു പ്രശ്നമായിരുന്നു. അപ്പൊ ഞാനിത് വെളിയിൽ കൊടുത്ത് വൈൻഡ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്കിനി അത് അസംബിൾ ചെയ്ത് നോക്കാം. ഇത്രേ ഉള്ളൂ, ചെക്ക് ചെയ്യാൻ ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, നമുക്ക് ബോഡിയിലോട്ട് ഇതിന്റെ കണക്ടർ കേബിള് മിസ്സായതുകൊണ്ടാണ് ഇത് സോൾഡർ വയ്ക്കുന്നത്. ഇത് ജാക്കാണ്. അത് കണക്ടർ കേബിള് വൈൻഡിങ് കൊടുക്കാൻ അവരുടെ കയ്യിലായിപ്പോയി. അത് അവരിവിടെ എടുത്ത് കളഞ്ഞു പോകും. എന്നിട്ട് ഇതിന്റെ ഒരു സൈഡിൽ നമ്മുടെ മെയിൻസ് കേബിളിന്റെ ഒരു ഇത് കൊടുക്കണം.
ഒന്ന് സ്വിച്ചിലും കൊടുക്കും. ഈ ലൈന് ഇതുവഴി നേരെ സ്വിച്ച് വഴി നേരെ ഈ വൈൻഡിങ് വരും. ഒരു ന്യൂട്രൽ ഇതിലും വരും. ഫേസ് വന്നിട്ട് സ്വിച്ച് വഴി ഇതുവഴി നേരെ വന്ന് സ്വിച്ച് വഴി കയറി സ്വിച്ച് ഇടുമ്പോൾ ഇതുവഴി നേരെ ഈ വൈൻഡിങ് കയറും. അപ്പോൾ ഇത് കറങ്ങും. അതാണ് അതിന്റെ ഇത്. ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ റബ്ബർ ബുക്സ് അതുവഴി ഇതിലൊരു റബ്ബർ ബുഷ് ഉണ്ട്. വൈബ്രേഷനെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും മിക്കവാറും. ഞാൻ ഇത് അസംബിൾ ചെയ്ത് ഇതിനെ അടച്ചിട്ടില്ല. ഇതിന്റെ ഇത് മാത്രം അസംബിൾ ചെയ്ത് നമുക്ക് ഇന്ന് ഓൺ ചെയ്ത് നോക്കാം. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഓക്കെ, അത് ഓക്കെയാണ്. അപ്പൊ ഇനി നോക്കി ബാക്കി അതിന്റെ കവർ കൂടെ അടയ്ക്കാം. കറക്റ്റ് ഹീറ്റിങ്ങിന്റെ വീടാണ് ഒരു വാഷ് അടയ്ക്കേണ്ട ഇത്. ഓക്കെ, 4 സ്ക്രൂ ആണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ വൈൻഡിങ് ആയിരുന്നു പ്രശ്നം. വേറെ ഒന്നുമില്ല. ഇതിന്റെ മോട്ടറിലെ വൈൻഡിങ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്. നമുക്ക് സ്വിച്ചും ചെക്ക് ചെയ്യണം, വയറും ചെക്ക് ചെയ്യണം, ഇതിന്റെ മെയിൻ കം ചെക്ക് ചെയ്യണം, വൈൻഡിങ് ചെക്ക് ചെയ്യണം. വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്പം സ്വിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, കണ്ണിൻ്റെ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കി, അതിൽ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, അവർക്ക് മെയിൻ കേബിൾ 2 ന്യൂട്രലും ബേസും ചെക്ക് ചെയ്തോ കുഴപ്പമില്ല. മോട്ടറിലെ വൈൻഡിങ് ചെക്ക് ചെയ്യുമ്പോൾ വൈൻഡിങ് പോയിരിക്കുന്നു, അത് ഓപ്പൺ ആണ്, കാണിക്കുന്നില്ല. അങ്ങനെ കൊണ്ട് വൈൻഡിങ് വന്നു അസംബിൾ ചെയ്തു. ഇപ്പം വരയ്ക്കുന്നുണ്ട്. ടച്ച് ഇതുവരെ വരച്ചെടുക്കും. ഇതുവഴി വേറെ തിരിച്ചു വരും. ഓക്കെ, അപ്പോ ഇവിടെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.